ക്രൂശിത രക്ഷക വിമോചന. കർത്താവ് ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു വിഷയം എന്താണെന്നറിയാമോ? വിശുദ്ധ ഗ്രന്ഥത്തില് പരിസേയരുടെ കാപട്യത്തെ കർത്താവ് വെറുക്കുന്നു എന്നാ പറഞ്ഞത്. നമ്മളൊക്കെ പുറമെ ഓക്കെയാ, ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ പോലും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു, ഹല്ലേലൂയ പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ, കൈകൾ ഉയർത്തുമ്പോഴൊക്കെ നമ്മൾ പുറമെ സമർപ്പണമൊക്കെ പറയുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ മധ്യയുള്ള സമർപ്പണത്തിൽ നമ്മളെ സമർപ്പിക്കുമ്പോഴൊക്കെ നമുക്കറിയാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില സ്വകാര്യ പാപത്തിന്റെ സുഖങ്ങളും ചില സ്വകാര്യ സന്തോഷങ്ങളൊന്നും ഇന്നും ഇത്രകാലം അത്രയും താലോലിച്ചിട്ടും കർത്താവിന്റെ കാൽപാദത്തിങ്കൽ കർത്താവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാൻ നമ്മൾ വിസമ്മതിക്കുന്നവരാണെന്നുള്ളത് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എളിമപ്പെടുന്ന കാര്യം പറയാൻ പാടില്ല, ക്ഷമിക്കുന്ന കാര്യം പറയാൻ പാടില്ല. വിശുദ്ധ ജീവിതത്തിന്റെ വഴികൾ അത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പോകും. ചിലപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ തല്ലും, അമ്മയെ തല്ലും, അപ്പനെ തല്ലും, മക്കളെ തല്ലും. അതൊക്കെ എൻ്റെ സ്വകാര്യ വിഷയം. ഇതൊന്നും സ്വകാര്യ വിഷയമല്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്റെ സ്വകാര്യതകൾ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സ്വകാര്യതകൾ പോലും നീ ഇരുട്ടിന്റെ മറയത്ത് ചെയ്യുന്നത് പോലും കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വചനങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 139-ാമത്തെ സങ്കീർത്തനം മുഴുവൻ പറയുന്ന ഇരുട്ട് പോലും അവൻ ഇരുട്ടായിരിക്കില്ലെന്ന. എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ 5:10 പറയുന്ന പോലെ നീ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ആര് തന്നെയായാലും ഒരു നാൾ വരണം. ഈ ലോക ജീവിതത്തിൽ കുറെ കബളിപ്പിക്കാനൊക്കെ പറ്റും, കുറെ കള്ളത്തരം കാണിക്കാൻ പറ്റും, കുറെ വഞ്ചിക്കാനൊക്കെ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട്. വെളിപാട് 1:7 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വചനങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ പച്ചയ്ക്ക് നിൽക്കേണ്ടി വരും ദൈവത്തിന്റെ സന്നിധിയിൽ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു ബോധ്യമാണ്. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം തരും, നീതിയെക്കുറിച്ച് ബോധ്യം തരും. ദൈവത്തിന്റെ നീതി അർഹതപ്പെട്ടവന് കർത്താവ് തരും. ന്യായവിധിയെ കുറിച്ചും ആത്മാവ് നമുക്ക് ബോധ്യം തരും. നമ്മൾ ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ച് വിധിക്കപ്പെടുമെന്നാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ച് വിധിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പൂർണ്ണമായൊരു സമർപ്പണം വേണം. അവിടെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും ബലികഴിച്ചിട്ട് എനിക്കൊരു സമർപ്പണം വേണ്ട എന്ന് ചിന്തിക്കുന്നിടത്ത് ആത്മാവ് പ്രവർത്തിക്കില്ല. അതുകൊണ്ടല്ലേ ഇത്രയും ധ്യാനങ്ങളും ഇത്രയും ശുശ്രൂഷകളും ഇത്രയും ഇടവക ധ്യാനങ്ങളെല്ലാം നടന്നിട്ടും വിരലിലെണ്ണാവുന്ന ഏതാനും വൈദികര്, സന്യസ്തര്, സമർപ്പണ ജീവിതം നയിക്കുന്നവര്, ആത്മായ സഹോദരങ്ങള് ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് മുന്നിട്ടിറങ്ങിയതിന് കാരണം അവരൊരു ടോട്ടൽ സറണ്ടറിലേക്ക് സമർപ്പണത്തിന് തയ്യാറായതുകൊണ്ടാണ്. അത് തയ്യാറാകാത്തിടത്ത് ഒരു സുവിശേഷ ജീവിതം ആരംഭിക്കാൻ പറ്റില്ല, ഒരു ശുശ്രൂഷ ജീവിതം ആരംഭിക്കാൻ പറ്റില്ല. ഒരു സമർപ്പണം തമ്പുരാൻ നമ്മളിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ടോട്ടൽ സറണ്ടർ, ഒരു പരിപൂർണമായ സമർപ്പണം. ഈ സമർപ്പണത്തിന്റെ ആഴമാണ് അഭിഷേകത്തിന്റെ ആഴം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിക്കണമോ? ചില ദൈവീകമല്ലാത്ത തീരുമാനങ്ങളോട് പൂർണ്ണമായിട്ടും വിട പറയാനും വിച്ഛേദിക്കാനും നമ്മൾ തയ്യാറാകണം. ഇത് തയ്യാറാകുന്നിടത്തുണ്ടല്ലോ നമ്മൾ അറിയാതെ നമ്മുടെ ആത്മാവിൽ ഒരു ജ്വലനം ആരംഭിക്കാൻ തുടങ്ങും. അപ്പോ ഞാൻ പൂർണ്ണമായും ദൈവത്തിന് എൻ്റെ ആത്മാവിനെ സമർപ്പിച്ചൊരവസ്ഥയിലേക്ക് മാറും. പൂർണ്ണമായും എൻ്റെ ആത്മാവിനെ, ഈശോ പറഞ്ഞില്ലേ, ഇതാ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഒരു ടോട്ടൽ സറണ്ടറാണ്. ഇതാ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. ഇതുപോലൊരു സമർപ്പണം, ഒരു പൂർണ്ണമായ സമർപ്പണത്തിന് തയ്യാറാകുന്നിടത്ത് അഭിഷേകം പ്രാപിക്കാനും ആത്മാവ് ചലിക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് മക്കളെ, സമർപ്പണത്തിന്റെ ആഴമാണ് അഭിഷേകത്തിന്റെ ആഴം. കൂപ്പുകരങ്ങളോടെ കണ്ണു തുറന്ന് തമ്പുരാനെ കണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഒരപ്പൻ ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ. ഒരമ്മ ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ. അതേ സ്നേഹത്തോടെയാണ് ഈശോ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈശോയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്ര സുന്ദരമാണ് കർത്താവിൻ്റെ മുഖം. ഈ ദിവ്യകാരുണ്യത്തിൽ ശോഭയേറിയ മുഖവുമായി നമ്മുടെ കർത്താവ്. നിന്റെ സങ്കടങ്ങളെ, നിന്റെ വേദനകളെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് ഇത് ഈ അൾത്താരയിലുണ്ട്. മോളെ, മോനെ, എന്താണ് നിന്റെ സ്വകാര്യ ദുഃഖം? ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പങ്കുവെച്ചിട്ടില്ല. പങ്കുവെക്കാൻ ആരുമില്ല, ആരും നിന്നെ കേൾക്കാനുമില്ല. പങ്കുവെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് ഒരുപക്ഷെ നിന്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടാകാം. ഇവരോടൊക്കെ ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എത്ര വട്ടം പറഞ്ഞതാ? അങ്ങനെ ചില സ്വകാര്യ ദുഃഖങ്ങൾ നീ കൊണ്ട് നടക്കുന്നില്ലേ? ഒരുപക്ഷെ നീ ആയിരിക്കുന്ന, നീ വസിക്കുന്ന ഭവനത്തിൽ നിന്നും ഭവനാംഗങ്ങളിൽ നിന്ന് തന്നെയാകാം നീ ഒത്തിരിയേറെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നത്. ഉള്ളിൽ നിന്ന് തന്നെ ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടാകാം. സ്വന്തം അപ്പനാകാം നിന്നെ വേദനിപ്പിക്കും, നിന്റെ അമ്മയാകാം, ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളാകാം നിന്റെ വേദനയുടെ കാരണം. ഒരുപക്ഷെ നിന്റെ തന്നെ നൽകപ്പെട്ട ജീവിതത്തിന്റെ ചില അനുഭവങ്ങളുമായിട്ട്, സാഹചര്യങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റാത്തതാകാം നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ. അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് തന്നെ ഒരു മതിപ്പില്ലാത്ത അവസ്ഥയാകാം. നിന്റെ സൗന്ദര്യം, നിന്റെ കഴിവ്, നിന്റെ സ്വരം, നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ നിന്റെ നിറം, ഇതൊന്നും നീ ഇന്നും അംഗീകരിച്ചിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാകാം ഒരുപക്ഷെ നിന്റെ മുറിവിന്റെ കാരണം, നിന്റെ സ്വകാര്യ ദുഃഖം. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മക്കൾ ഇതിനകത്തുണ്ട്. മക്കളെ, ഇത് വലിയൊരു ഭാരമാണ്, ഇത് വലിയൊരു സങ്കടമാണ്. ദൈവം മാത്രമേ എന്നെ സ്നേഹിക്കാൻ ഉണ്ടാകുള്ളൂ എന്നും ദൈവത്തിന്റെ സ്നേഹത്തിന് മാത്രമേ എന്നെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്നും, ആ സ്നേഹം മാത്രമാണ് വഞ്ചിക്കാത്ത സ്നേഹമെന്ന്, നിലനിൽക്കുന്ന സ്നേഹമെന്നും തിരിച്ചറിയുന്നിടത്ത്, ആ സ്നേഹത്തിന്റെ ആഴമറിയുന്നിടത്ത് ബാക്കി സ്നേഹങ്ങൾ നമ്മൾ ഏൽപ്പിക്കുന്ന മുറിവുകൾക്ക് സൗഖ്യം തരാൻ യേശുവിന്റെ സ്നേഹത്തിന് പറ്റും. യേശുവിന്റെ ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുറിവുകളെയും ഒന്ന് സമർപ്പിച്ച്, തമ്പുരാനെ, പ്രതീക്ഷകളൊന്നുമില്ലാതെ ദൈവം നിന്റെ സ്നേഹത്തെ പ്രതീക്ഷിക്കാൻ, നിന്റെ കരുണയെ പ്രതീക്ഷിക്കാൻ, നിന്റെ കരുതലിനെ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. യേശുവിന്റെ കരുണയാണല്ലോ, യേശുവിലൂടെ വെളിപ്പെട്ട കരുണയാണല്ലോ ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുക. തമ്പുരാനെ, ഇവിടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെയും ഈ മക്കളിപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.